ഈ ഭരിക്കുന്നവർക്കോ മന്ത്രിമാർക്കോ വ്യവസായ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ വ്യവസായം എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കാം എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയുമില്ല. ഇവർ ചെറുപ്പകാലം മുതൽ വ്യവസായങ്ങൾ അടിച്ചു തകർത്തും തീയിട്ടും സമരം നടത്തിയും ബസ് കല്ലെറിഞ്ഞും നാട് നശിപ്പിച്ചും അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകളാണ്. ഭരണകക്ഷിയിലെ തന്നെ ഒരു MLA ആഫ്രിക്കയിൽ പോയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം കേരളത്തെ, അദ്ദേഹത്തിന് അറിയാം കൂട്ടാളികളെ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ നോക്കുക, വളരെ ബുദ്ധിപൂർവ്വം കർണാടകയിൽ പോയിട്ട് വ്യവസായം നടത്തുന്നു. എന്നിട്ട് വ്യവസായികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ ടൈം സ്ക്വയറിൽ പോയിട്ട് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ ഇന്നോട് വാ. ഇതുപോലെ ഷാജിമോനെ പോലെയുള്ളവരെ അത് കേട്ട് വിശ്വസിച്ച് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതുകൊണ്ട് ഇന്നോട് വരും. ഒന്നല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരും. അമേരിക്കയിലാവട്ടെ UK-യിലാവട്ടെ, അവിടെ ഒരു 15 പേർക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞാൽ ചുവന്ന പരവതാനി വിരിച്ച് നമ്മളെ സ്വീകരിക്കും. ഞാൻ 2015 അമേരിക്കയിൽ വ്യവസായം തുടങ്ങുന്ന സമയത്ത് മേയർ എന്നോട് ചോദിച്ചാണ് എത്ര പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. 15 പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കാണ് ഉണ്ടായത്. നിക്ഷേപം വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്, ആ പ്രദേശത്തിനുണ്ടാകുന്ന വളർച്ച എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് പുറം രാജ്യങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഇവിടുത്തെ പ്രധാന വ്യവസായങ്ങൾ വി-ഗാർഡ്, അതുപോലെ തന്നെ സിന്തൈറ്റ്, ഇങ്ങനെ തുടങ്ങി വൻകിട വ്യവസായങ്ങളെല്ലാം ഇവിടെ നിന്ന് ആരും അറിയാതെ രാത്രിക്ക് രാത്രി ഇവിടെ നിന്ന് സ്ഥലം വിട്ടവരാ. ഇവിടെ തൊഴിലുണ്ടാവരുത്, ഇവിടെ നിക്ഷേപങ്ങൾ ഉണ്ടാവരുത്, ഇവിടെ ആളുകൾ പട്ടിണി കിടക്കണം. അങ്ങനെ പട്ടിണി കിടന്നാൽ മാത്രമാണ് പട്ടികളെ പോലെ വാലാട്ടി ഇവരുടെ പുറകെ നടന്ന് വോട്ട് ചെയ്യുള്ളൂ.